പാകിസ്ഥാനുമേൽ കൂടുതൽ ആക്രമണം ശക്തമാക്കാൻ പുതിയ ബ്രഹ്മോസ് മിസൈലുകൾ ആയുധ കലവറയിലേക്ക് എത്തുന്നു. ഒരു തേജസിൽ 2 ബ്രഹ്മോസ് ഘടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ DRDOയും റഷ്യയും കൂടി വികസിപ്പിക്കുന്ന ബ്രഹ്മോസ് 2 എന്നറിയപ്പെടുന്ന പുതുതലമുറ ബ്രഹ്മോസ് അതിന്റെ വേഗതയുടെ കാര്യത്തിൽ തന്നെ വലിയ രീതിയിൽ പാകിസ്ഥാൻ ഒരു പേടി സ്വപ്നമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ശബ്ദത്തെക്കാൾ 7 മടങ്ങ് വേഗത്തിൽ അതിൽ കൂടുതലാണ് ഈ ബ്രഹ്മോസ് 2 മിസൈലുകൾ എത്തിച്ചേരുന്നത്. 8636 കിലോമീറ്റർ വേഗതയിലായിരിക്കും പുതുതലമുറ ബ്രഹ്മോസ് മിസൈൽ ചീറിപ്പായുന്നത്. ശബ്ദത്തെക്കാൾ 5 മടങ്ങിലധികം വേഗതയുള്ള മിസൈലുകളെ ഹൈപ്പർസോണിക് മിസൈൽ എന്നത് തന്നെ വിശേഷിപ്പിക്കുകയാണ്. അസാധാരണ വേഗതയിലും കൃത്യതയിലും ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിനുമുള്ള നിർണായക ശേഷിയാണ് ബ്രഹ്മോസ് 2വിനെ അവിടെ സംഹാര താണ്ഡവമാടാൻ തന്നെ കൂടുതലായി പ്രേരിപ്പിക്കുന്നത്. അതേപോലെ അവിടെ ഭാരം കുറഞ്ഞ ന്യൂജൻ ബ്രഹ്മോസ് 2 എണ്ണമെങ്കിലും ഒരു തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാനാകുമെന്നതാണ് ഒരു മെച്ചമായി പറയുന്നത്. ഇതോടുകൂടി തന്നെ തേജസ് മാർക്ക് 1A അത് ശത്രു പാളയത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന യുദ്ധവിമാനമായി തന്നെ മാറും. പക്ഷേ ഭാരം കുറഞ്ഞ ബ്രഹ്മോസ് NG എന്ന പുതുതലമുറ ബ്രഹ്മോസ് എത്തിച്ചേരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു വിഷമകരമായ സംഭവമായി പറയേണ്ടത്. ബ്രഹ്മോസ് 2വിന്റെ ഫീറ്റ് ടെസ്റ്റ് ആകട്ടെ അത് 2026 തുടങ്ങും എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. ബ്രഹ്മോസ് 2 പരീക്ഷണാടിസ്ഥാനത്തിൽ 2026 വിക്ഷേപിച്ചു അത് നോക്കും, അതായത് വിക്ഷേപിച്ച് നോക്കുമെന്നാണ് ഇതിന്റെ വേഗത, ലക്ഷ്യപ്രാപ്തി എന്നിവ പരീക്ഷിച്ചുകൊണ്ട് ലക്ഷ്യമായി പറയുന്നത്. ഇതിൽ ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ പരിഷ്കാരങ്ങൾ വരുത്തുമെന്നും പല തവണയുള്ള ഇത്തരം പരിഷ്കരണങ്ങൾക്കൊടുവിൽ കുറ്റമറ്റ മാതൃകയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ മാത്രമേ പിന്നീട് യുദ്ധജെറ്റുകളിൽ ഇത് പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 2026 അവസാനത്തിലെ പുതുതലമുറ ബ്രഹ്മോസിനെ തേജസ് മാർക്ക് 1A യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണം നടക്കും. തേജസ് മാർക്ക് 1A വിമാനത്തിന്റെ ഭാരവും അതിനുള്ളിലെ ഇന്ധന ഭാരവും എല്ലാം തന്നെ 5300 കിലോഗ്രാം വരെയുള്ള ഭാരം വഹിക്കാൻ ശേഷിയുള്ളവയാണ്. യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണം അത് വിജയിച്ചാൽ മാത്രമേ അവിടെ നിർമ്മാണ ദശയിലേക്ക് കടക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ ഇത് 2027 തന്നെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.